റയൽ മാഡ്രിഡ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വാൽവർദേക്കും ചൗമേനിക്കും ശേഷം ഇപ്പോൾ എംബാപ്പയും ചാണക്യൻ അൽവാരോ അർബലോവയുമാണ് മാഡ്രിഡിൽ നിന്നുള്ള വാർത്തകൾക്ക് ചൂട് പകരുന്നത്. ഈ സീസണിന്റെ അവസാന ഘട്ടത്തിൽ റയൽ മാഡ്രിഡിന് കടുത്ത തിരിച്ചടിയായി എംബാപ്പയ്ക്ക് ഹാംസ്ട്രിംഗ് പരിക്ക് പറ്റിയതായിരുന്നു. ടീമിനൊപ്പം നിൽക്കുന്നതിനു പകരം അദ്ദേഹം തന്റെ പങ്കാളികളുമായി ഇറ്റലിയിലെ സാർഡിനിയ ദ്വീപിലേക്ക് ആഡംബര ബോട്ട് യാത്രക്ക് പോകുന്നുണ്ട്. ടീം ലാലിഗയിൽ എസ്പാനിയോളിനെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തുന്നതിന് തൊട്ടു മുമ്പ് മാത്രമാണ് എംബാപ്പെ സാർഡിനിയിൽ നിന്നും മാഡ്രിഡിലേക്ക് തിരിച്ചെത്തിയത്. ഈ പെരുമാറ്റം ആരാധകരെയും മാനേജ്മെന്റിനെയും ഒരേപോലെ ചൊടിപ്പിക്കുന്നുണ്ട്. എംബാപ്പയ്ക്ക് ക്ലബ്ബുമായി യാതൊരു ആത്മാർത്ഥയില്ലെന്നും അദ്ദേഹം സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നതെന്നും ആരാധകർ കുറ്റപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ എംബാപ്പയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകരുടെ പ്രതിഷേധം ഇരട്ടിയായി. സ്വന്തം തട്ടകമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് പോലും ആരാധകർ എംബാപ്പയ്ക്കെതിരെ പരസ്യമായ കൂവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ആരാധകരുടെ പ്രതിഷേധം വെറും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ലായിരുന്നു. റയൽ മാഡ്രിഡിൽ നിന്നും എംബാപ്പയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആരാധകർ ഓൺലൈൻ വഴി ഒരു ഒപ്പുശേഖരണ ക്യാമ്പയിൻ വരെ ആരംഭിച്ചുപോയി. തുടക്കത്തിൽ വെറും 2 ലക്ഷം ആളുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് തുടങ്ങിയതെങ്കിലും ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കോടിക്കണക്കിന് ആളുകളാണ് ഈ അർജിയിൽ ഒപ്പുവെച്ചത്. എംബാപ്പെ റയൽ മാഡ്രിഡിന് ജേഴ്സി അണിയാൻ യോഗ്യനല്ലെന്നും അദ്ദേഹം ഈ വരും സീസണിൽ തന്നെ വിറ്റൊഴിക്കപ്പെടണമെന്നാണ് ഭൂരിഭാഗം റയൽ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അർബലാബോയും എംബാപ്പയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്നാണ് മാഡ്രിഡിൽ നിന്നുള്ള പുതിയ വാർത്ത. എംബാപ്പയുടെ പ്രതിരോധത്തിലെ അലസതയും ടീമിനോടൊപ്പമുള്ള സമീപനവും അർബലാവോക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കളിക്കളത്തിൽ കഠിനാധ്വാനം ചെയ്യാത്ത താരങ്ങളെ ടീമിൽ വെച്ചുപൊറുപ്പിക്കില്ല എന്ന കർശന നിലപാടുകാരനാണ് കോച്ച് അർബലാവോ. മുമ്പ് PSG ക്ലബിൽ കളിക്കുമ്പോഴും അവിടുത്തെ പരിശീലകനുമായി എംബാപ്പെ ഇതേ രീതിയിൽ ഉടക്കിയിരുന്നു. റയലിലും ഇപ്പോൾ ഇതേ സാഹചര്യം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നിർണായകമായ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാർസലോണക്കെതിരെ എംബാപ്പയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. തന്നെപ്പോലൊരു ലോകോത്തര താരത്തെ ഉൾപ്പെടുത്താത്തത് എംബാപ്പയ്ക്ക് വലിയ അപമാനമായി മാറി. ഇതിൽ പ്രതിഷേധിച്ച് തനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് എംബാപ്പെ പരിശീലനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മൈതാനം വിട്ടുപോകുകയാണ് ഉണ്ടായത്. പരിക്കിന്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഒഴിവാക്കിയതെന്ന ഒഫീഷ്യലായി പറയുമ്പോഴും കോച്ചുമായുള്ള തർക്കമാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. ആ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ബാർസലോണയോട് 2 ഗോളുകൾക്ക് ദയനീയമായി പരാജയപ്പെട്ടു. ടീം തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് എംബാപ്പെ വീട്ടിലിരുന്ന് കളി കാണുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചതുകൊണ്ട് വെറുതെ ഹാല മാഡ്രിഡ് എന്ന് എഴുതി പോസ്റ്റ് ചെയ്തു. ടീം തകരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകളിട്ടത് സഹതാരങ്ങളെയും ആരാധകരെയും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഒവിയാഡോക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ ഫസ്റ്റ് 11-ൽ സ്ഥാനം കിട്ടാതെ ബെഞ്ചിലായതോടെ റയലിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ പരിശീലകൻ അൽവാരോ അർബലാവോക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ 100% ഫിറ്റാണെന്നും എന്നാൽ ടീമിലെ 4ാമത്തെ മാത്രം ചോയ്സ് സ്ട്രൈക്കർ മാത്രമാണെന്നും താനെന്ന് കോച്ച് മുഖത്ത് നോക്കി പറഞ്ഞതായും എംബാപ്പെ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഈ അവഗണന തന്നെ എന്നെ വേദനിപ്പിച്ചെന്നും എങ്കിലും കഠിനാധ്വാനം ചെയ്ത് ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് എംബാപ്പെ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം കോച്ച് അർബലാവോ പൂർണ്ണമായും തള്ളിപ്പറയുകയായിരുന്നു. എംബാപ്പയോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും താരത്തിന് മാറിയതായിരിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കാര്യങ്ങൾ ഇത്രത്തോളം പരിതാപകരമായ ഒരവസ്ഥയിൽ അടുത്ത സീസണിന് വേണ്ടി ടീം തയ്യാറാകുമ്പോൾ വമ്പൻ അയച്ചുപണി തന്നെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ എംബാപ്പെ തെറിക്കാനും സാധ്യതയുണ്ട്. എന്തിരുന്നാലും എല്ലാം കാത്തിരുന്നു കാണാം.